ദയാവാദത്തിന് അനുമതി തേടി കത്തയച്ച കരുവന്നൂരിലെ നിക്ഷേപകൻ ജോഷിക്ക് നിക്ഷേപത്തുകയും പലിശയും ഉൾപ്പെടെ 28 ലക്ഷം രൂപയുടെ ചെക്ക് ബാങ്ക് കൈമാറി. കുടുംബാംഗങ്ങളുടെ പേരിലുള്ള ബാക്കി തുക 3 മാസത്തിനുള്ളിൽ നൽകുമെന്നും ബാങ്ക് ഉറപ്പു നൽകി. പണം തിരിച്ചു കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് കരുവന്നൂർ ബാങ്കിൽ ജോഷി നടത്തിയ കുത്തിരിപ്പ് സമരത്തിന് ഒടുവിൽ നടന്ന ഒത്തുതീർപ്പ് ചർച്ചയിലാണ് തീരുമാനം. കരുവന്നൂർ ബാങ്ക് സിഇഒയുമായി നടത്തിയ 3.5 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് മാപ്രാണം സ്വദേശി ജോഷിക്ക് നീതി ലഭിച്ചത്. ജോഷിയുടെ പേരിൽ ബാങ്കിലുണ്ടായിരുന്ന പണവും അതിന്റെ പലിശയുമടക്കം 28 ലക്ഷം രൂപയുടെ ചെക്കാണ് കൈമാറിയത്. ജോഷിയുടെ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള ബാക്കി തുക 3 മാസത്തിനുള്ളിൽ നൽകുമെന്നും ബാങ്ക് ഉറപ്പ് നൽകി. എന്നാൽ ഉറപ്പ് രേഖാമൂലം എഴുതി നൽകണമെന്ന് ജോഷി ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ അടുത്ത ദിവസം നിലപാട് അറിയിക്കാമെന്ന ബാങ്കിന്റെ ഉറപ്പിലാണ് ജോഷി സമരം അവസാനിപ്പിച്ചത്. രേഖാമൂലം തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് എഴുതി തരണം. ഞാൻ 6 കത്തുകൾ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ബാങ്ക് ഒരു മറുപടി പോലും എനിക്ക് തന്നിട്ടില്ല. നാളെ രേഖാമൂലം എഴുതി തരണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. 2 ആഴ്ച മുൻപാണ് ദയാവധത്തിന് അനുമതി തേടി മാപ്രാണം സ്വദേശിയായ ജോഷി മുഖ്യമന്ത്രിക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും കത്തയച്ചത്. ജനുവരി 30-നുള്ളിൽ ദയാവധത്തിന് അനുമതി നൽകണമെന്നായിരുന്നു കത്തിലെ ആവശ്യം. കത്ത് വിവാദമായതോടെ സഹകരണ മന്ത്രി ഇടപെട്ടു. ജോഷിയുടെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള നിക്ഷേപം മടക്കി നൽകുമെന്ന് ഉറപ്പു നൽകി. പക്ഷേ വാഗ്ദാനം നൽകിയ തീയതി കഴിഞ്ഞിട്ടും പണം തിരിച്ചു കിട്ടാത്തതിൽ പ്രതിഷേധിച്ചാണ് കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ മാപ്രാണം ശാഖയിൽ ജോഷി കുത്തിയിരിപ്പ് സമരം നടത്തിയത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.